അയർലൻഡിലെ റോഡ് സുരക്ഷാ അതോറിറ്റി വാഹനം ഓടിക്കുമ്പോൾ പ്രത്യേക ഷൂസുകളോ ചെരുപ്പുകളോ ഒന്നും നിരോധിക്കുന്ന പ്രത്യേക നിയമമില്ലെങ്കിലും ഡ്രൈവർമാർ വാഹനത്തിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അയഞ്ഞ ഷൂസുകൾ, ഹൈ ഹീൽഡ് ചെരുപ്പുകൾ, ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ തുടങ്ങിയവയൊക്കെ സുരക്ഷിതമായിട്ടുള്ള ബ്രേക്കിങ്ങിനും അതുപോലെ ആക്സലറേഷനൊക്കെ തടസ്സമാകുന്നതുകൊണ്ട് അങ്ങനെയുള്ളത് ഒഴിവാക്കാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഐറിഷ് സർക്കാർ തുടർച്ചയായിട്ടുള്ള വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വാഹന ഉടമകൾക്ക് പുതിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയർലൻഡിലുടനീളം വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അയർലൻഡിലുടനീളമുള്ള വാഹന ഉടമകൾക്ക് മുന്നറിയിപ്പ്. അതായത് നിങ്ങൾ തെറ്റായ പാദരക്ഷകൾ ഉപയോഗിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പെനാൽറ്റി പോയിന്റും ഫൈനും ലഭിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ഡ്രൈവിങ്ങിന് നമ്മുടെ പാദരക്ഷകൾ തടസ്സമാവുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കുറ്റകൃത്യങ്ങൾക്ക് 5 പോയിന്റ് വരെയും അതിനായിട്ട് 80 യൂറോ മുതൽ 120 യൂറോ വരെ നമുക്ക് ലഭിക്കും. ഇനി കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അത് 300 യൂറോ വരെയായിട്ട് വരാനും ചാൻസ് ഉണ്ടെന്ന് RSA മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ വാഹനത്തിന്റെ ഇൻഷുറൻസിനെ ഇത് അഫക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ വാഹനം അപകടത്തിൽപ്പെടുന്നത് ഈ പാദരക്ഷകൾ മൂലമുള്ള എന്തെങ്കിലും ആക്സിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ആ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇവിടെ കൂടുതലും അങ്ങനെ ചെയ്യാറില്ല, പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി ഡ്രൈവിങ്ങിനായിട്ട് ഷൂസ് ഒഴിവാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഷൂസ് ഒരിക്കലും നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടിയിൽ നമ്മൾ സൂക്ഷിക്കരുത്. കാരണം അത് വാഹനം ഓടുന്ന സമയത്ത് തെന്നി മാറിയിട്ട് പെഡലുകൾക്കിടയിൽ കുടുങ്ങിയിട്ട് അപകടങ്ങൾക്കൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബാക്ക് സീറ്റിലോ മറ്റുള്ള സീറ്റിലേക്ക് മാറ്റി അത് സുരക്ഷിതമായിട്ട് വെക്കാനായിട്ടാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. നമ്മളെല്ലായ്പ്പോഴും സുരക്ഷിതമായിട്ടുള്ള ലേസുകളൊക്കെയുള്ള ഷൂസ് ധരിക്കുക. കട്ടിയുള്ളതും അതുപോലെ തന്നെ ഉയരമുള്ളതുമായിട്ടുള്ള ബൂട്ടുകൾ, കട്ടിയുള്ളതും വഴക്കമില്ലാത്തതുമായിട്ടുള്ള സോളുകൾ എന്നിവയൊക്കെ ഒഴിവാക്കുക. ഇനി മ്യൂളുകൾ, സ്ലൈഡുകൾ, സാൻഡലുകളൊക്കെ ഉപയോഗിക്കുന്നവർ അത് ബാക്ക് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളവ പരമാവധി ഒഴിവാക്കുക. കാരണം അത് നമ്മുടെ കാലിൽ നിന്ന് തെന്നി മാറിയിട്ട് പെഡലുകൾക്കിടയിൽ കുടുങ്ങി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതും ഒഴിവാക്കാനായിട്ടാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അയർലൻഡ് സംബന്ധമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്ക് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.